എവരിവൺ. സോ ഇന്ന് ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിലേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ആസ് യൂഷ്വൽ ഇന്ന് നീയാണ് വണ്ടി എടുക്കണേ. നീയാണ് ഞങ്ങളുടെ സ്ഥിരം ഡ്രൈവർ. നമ്മൾ ഇപ്പോൾ ഒരു ഫ്രൈഡേ ലീവ് എടുത്തു. ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ കിട്ടുമല്ലോ. അത് പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ പോണത്. സോ സൺഡേ വരെ ടു ബി ഓണസ്റ്റ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇന്ന ദിവസം ഇങ്ങനെ ദിവസം നാളെ ഒരു വൈകിട്ട് വരെ എന്തായാലും ഷൂട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് വേണം നോക്കാൻ റിസോർട്ട് വല്ലത് അവൈലബിൾ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടുത്ത് വല്ല സ്പോട്ടുകളുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതൊരു ട്രൂലി അൺപ്ലാൻ ട്രിപ്പാണ്. നമ്മുടെ ചാലക്കുടി പാലം ഈ അടുത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഒരു ട്രക്ക് ഇവിടെ ഇതിന്റെ ഇടയിൽ അങ്ങോട്ട് വീണു. അപ്പുറത്തെ പാലത്തിന്റെ അടിക്കടെ വീണു. ഭയങ്കര വൈറലൊക്കെ ചെയ്താ. ഞങ്ങളൊക്കെ കാണാൻ വന്നിട്ടായിരുന്നു. അപ്പൊ 1500 തന്നെയല്ലേ? പുള്ളി ഈ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ കൊടുത്തപ്പോ 3500 രൂപ. ഞാൻ യൂഷ്വലി ചെക്ക് ചെയ്യാറില്ല. പിന്നെ പറയാറുണ്ട്, എടി നീ അത് എത്ര എമൗണ്ട് നോക്കിയിട്ട് പാസ്വേഡ് അടിക്കുന്നു പറയാറുണ്ട്. എന്താണോ ഇന്നെനിക്ക് പെട്ടെന്ന് നോക്കാൻ തോന്നി. നോക്കിയപ്പോഴത്തേനാണ് 3500 രൂപ. 1500 രൂപയ്ക്ക് അടിച്ചിട്ടുള്ളൂ. 1500 പറഞ്ഞിട്ട് പുള്ളി 3500 രൂപയ്ക്ക് ആ സ്വൈപ്പിംഗ് മെഷീനിൽ അത്ര അടിച്ചു വെച്ചേക്കാം. ഞങ്ങളും ആദ്യമായിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഇൻ കേസ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം. എന്നെ കരിവേപ്പിലയാക്കിയോ ഫെജോ യോ. ഇവിടെ കൊച്ചിയിൽ കട്ട ബ്ലോക്കാ. കൊറേ നേരമായിട്ട് പെട്ട് കിടക്കുക. സോ ജസ്റ്റ് ടേക്കിംഗ് എ ബ്രേക്ക്. മാത്രല്ല ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയതാ. ഞങ്ങളുടെ വീട്ടില് ഒരു ഹോം ബേക്കർ കേക്ക് ഉണ്ടാക്കുന്ന ഒരാളുണ്ട്, ഞങ്ങളുടെ ചേട്ടത്തിയമ്മ. സോ ക്രഞ്ച് ബറീസ് എന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. പുള്ളിക്കാരി തന്നെ ഞങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കി. ആലപ്പുഴയിലെത്തി, ആലപ്പുഴ ബീച്ചിലെത്തി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയാ, ഭയങ്കര ലേറ്റ് ആയിപ്പോയി. ഭയങ്കര ട്രാഫിക്കും എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ലേറ്റ് ആയിപ്പോയി എത്താൻ വേണ്ടി. ഭയങ്കര ഇരുട്ടി. ഇപ്പോൾ ബീച്ചിൻ്റെ അവിടേക്കൊന്നും പോകാൻ പറ്റില്ല. ഭയങ്കര കോവിഡ് റെസ്ട്രിക്ഷൻസും എല്ലാം ഉള്ള കാരണം കൊണ്ട് ബീച്ചിൻ്റെ അവിടേക്കും പോകാൻ പറ്റില്ല. നാളെ മോർണിംഗ് 7 to 9 പെർമിറ്റഡ് ആണെന്ന് പറഞ്ഞു. നാളെ രാവിലെ ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. നാളെ കാണിച്ചു തരാം എന്താണ് സംഭവം. കൂടുതൽ ഡീറ്റെയിൽസ് നാളത്തേക്ക് കാണിച്ചു തരാം. ഞങ്ങൾ രാവിലെ എനിട്ടതാ ഒരു 5-5:30 അപ്പോഴേക്ക് എനിറ്റു. പക്ഷെ കുറേ നേരമായിട്ട് മേക്കപ്പ് പിന്നെ അവിടുത്തെ സെറ്റിടലും പരിപാടികളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ ബീച്ചൊക്കെ ഭയങ്കര എന്താ പറയുക, നല്ല ലെങ്ത്തുള്ള ബീച്ചാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ രാവിലെ തുടങ്ങി ഇവിടെ ഉണ്ട് നടക്കാനും പരിപാടി ഉണ്ട്. ഞങ്ങൾ ഉടനെ ഷൂട്ട് തുടങ്ങും. ബാക്കി മേക്കിങ് കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും. രാവിലത്തെ ഷൂട്ട് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ കുറേ ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈവനിങ് ഒരു 4-5 ഏകദേശം സമയത്ത് ഷൂട്ടിന് വന്നേക്കണം. കാരണം സൺ ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു. അപ്പോൾ അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. സോ ഇപ്പോൾ നമ്മുടെ ആഫ്റ്റർനൂൺ ഷൂട്ട് ജസ്റ്റ് തുടങ്ങി. നിങ്ങൾക്ക് കാണാൻ അവിടെ അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. സോ ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്താ പറയുക, ബീച്ചിലേക്ക് അധികം ആൾക്കാരെ കടത്തിയൊന്നും വിടില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു പെർമിഷൻ എടുത്ത് ജസ്റ്റ് ഒരു സൈഡിൽ വന്നേക്കാം.
നമ്മുടെ ഇന്നത്തെ ഷൂട്ട് ഓൾമോസ്റ്റ് കഴിയാറായി. സൺസെറ്റ് കഴിഞ്ഞു, ലൈറ്റിംഗ് ഓൾമോസ്റ്റ് ഗോൺ. കുറച്ച് ISO ഇട്ട് പിടിച്ച് കുറച്ചും കൂടെ ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. പാക്കപ്പ് പറയോ? അതെ, എന്നാ വാ പാക്കപ്പ്. പീസ് ഔട്ട്. നീ എന്തോ പറയാന്ന് പറഞ്ഞിട്ട് പറയല്ലേ.